അവേലിക്കരയിൽ 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ശ്രീ മഹേഷിനെ കൊല്ലാൻ ലക്ഷ്യമിട്ടത് 3 പേരാണെന്ന് സൂചന. മകൾ നക്ഷത്ര, അമ്മ സുനന്ദ, വിവാഹം ആലോചിച്ച പോലീസ് ഉദ്യോഗസ്ഥ എന്നിവരെ കൊല്ലാനാണ് പദ്ധതിയിട്ടത്. കൊല ആസൂത്രണം തന്നെയാണെന്ന് പോലീസ്. അതേസമയം മഹേഷിനെതിരെ ഭാര്യയുടെ കുടുംബവും രംഗത്തെത്തി. മകളുടെ മരണം കൊലപാതകമായിരുന്നു എന്ന് സംശയിക്കുന്നതായി അമ്മ രാജശ്രീ പറഞ്ഞു. എൻ്റെ മോള് മരിച്ചതിനും കാരണം ഇവൻ്റെ പീഡനം കൊണ്ടാണ്. പിന്നെ ഇന്നലത്തെ കാര്യം എന്ന് പറയുന്നത് മോള് 10 രൂപ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പം അവൻ വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ചെല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായ സംഭവം ഉണ്ടായത്. തള്ള അടുത്ത വീട്ടിലോട്ട് പോയപ്പം മോളെ വെട്ടി. അവന് നല്ല ശിക്ഷ കൊടുക്കണം. അവൾക്കും ഭയങ്കര പീഡനമായിരുന്നു. അവള് പലവട്ടം പിണങ്ങി ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ചോദിച്ചത് കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവധിക്കൊക്കെ വരുമ്പോൾ 1-2 ലക്ഷം രൂപയും 2-3 പവന്റെ സ്വർണ്ണമൊക്കെ കൊടുക്കുമായിരുന്നു. 5 മണിക്ക് ഇവിടെ വിളിച്ചായിരുന്നു, വൈകിട്ട് വിളിച്ചായിരുന്നു. ഞാനന്നേരം ഇല്ലായിരുന്നു. അന്നേരം എടുത്ത് പോണേ അന്നേരം പറഞ്ഞ് ബീച്ചിൽ പോയി എന്നൊക്കെ പറഞ്ഞു. അന്നേരം അപ്പൂപ്പ പറഞ്ഞൊരു കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. 7:30 ആയപ്പോഴാണ് സംഭവം. സെറ്റ് ചെയ്യാൻ എങ്ങനെ കിടക്കുന്നതായിട്ട് ഇങ്ങനെ കാണുന്നു മൊബൈലിനകത്തേ. മോളെ ചിലപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ വല്ല കൊന്നാന്നോന്ന് സംശയമുണ്ട്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജും കൂടെ ചേരുകയാണ്. ആന്റണി, എന്തെല്ലാമാണ് മറ്റു വിശദാംശങ്ങൾ? മഹേഷിന്റെ ഭാര്യ വിദ്യ 4 വർഷം മുമ്പാണ് മരിക്കുന്നത്. ഇവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ 6 വയസ്സുകാരിയായ മകളെ കൂടി ഈ ശ്രീ മഹേഷ് കൊലപ്പെടുത്തിയത്. മഴ ഉപയോഗിച്ച് കഴുത്തിന് വെട്ടി ആണ് അന്ന് കൊലപാതകം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഭാര്യ വിദ്യയുടെ കുടുംബവും ശ്രീ മഹേഷിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ വിദ്യയുടെ കൊലപാതകവും വിദ്യയുടെ മരണവും ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഈ ശ്രീ മഹേഷ് പണം ചോദിച്ച് നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഈ വിദ്യയുടെ കുടുംബം പറയുന്നു. പണം നൽകിയില്ലെങ്കിൽ 3 പേരും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല വിദ്യയെ ശ്രീ മഹേഷ് നിരന്തരമായി പീഡിപ്പിച്ചിരുന്നുവെന്നുമാണ് ഈ കുടുംബം പറയുന്നത്. ഏതായാലും ഇതിലും അന്വേഷണം വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ വിദ്യയുടെ കുടുംബം ഉന്നയിക്കുന്ന ഒരാവശ്യം. അതിനിടയിലാണ് ഈ ശ്രീ മഹേഷ് ഈ മകൾ നക്ഷത്രയെ മാത്രമല്ല കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നത്, അമ്മ സുനന്ദയെയും അതുപോലെ തന്നെ ഈ മഹേഷ് രണ്ടാമതൊരു വിവാഹം കഴിക്കാനായി നിശ്ചയിച്ചിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളെ തുടർന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ പിന്മാറിയത്. പിന്നീട് നിരന്തരമായി പുറകെ നടന്ന് ഇയാൾ ശല്യം ചെയ്തിരുന്നു എന്നുള്ള പരാതിയൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. ഇവരെയും കൊല്ലാനായി ഈ നക്ഷത്രയ്ക്കും അതുപോലെ തന്നെ ശ്രീ മഹേഷിന്റെ അമ്മ സുനന്ദയ്ക്കും ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥയെയും കൊല്ലാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ആലോചന ഈ ശ്രീ മഹേഷ് നടത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഇയാൾ ഈ കൊലപാതകം നടത്തിയത്, ഈ നക്ഷത്രയുടെ കൊലപാതകം നടത്തിയത് ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കൃത്യമായൊരു ആസൂത്രണം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട്. കാരണം ഈ കൊലപാതകത്തിൽ ഉപയോഗിച്ച മഴു നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്ന അതാണ്. കാരണം ഈ മഴു മാവേലിക്കരയിൽ നിന്ന് പണിത് വാങ്ങിക്കുകയാണ്. ഈ മൂർച്ചയേറിയ മഴു മാവേലിക്കരയിൽ നിന്ന് പണിത് വാങ്ങിക്കുകയാണ് ചെയ്തത്. നേരത്തെ ഓൺലൈൻ വഴിക്കും മഴ വാങ്ങാനുള്ള ശ്രമം ഈ മഹേഷ് നടത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ സംഭവത്തിൽ മഹേഷ് ഇന്നലെ ജയിലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. കഴുത്ത് മുറിച്ച് കൈ ഞരമ്പുകളും മുറിച്ചിരുന്നു. പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഈ ശ്രീ മഹേഷ് നിലവിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തതായി പോലീസും അറിയിച്ചിട്ടുണ്ട്. അജി.